നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യാനായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും രസകരമായ വിഷയം എന്നാണല്ലോ, കോമഡി എന്നല്ല. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു കോമഡിയാണ്. നമ്മളിപ്പം ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ തന്നെ പരസ്പരം തെറി വിളിക്കുക, ആക്ഷേപം പറയുക, അവരുടെ മുൻകാല ചരിത്രങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് പരസ്യമായി അധിക്ഷേപിക്കുക, പിന്നീട് ഫ്ലക്സുകൾ വലിച്ചു കീറുക, ഇങ്ങനെ കുറേ നാടകീയമായ രംഗങ്ങളാണ് ഏകദേശം ഒരു 5 ദിവസമായി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 9 എന്ന് പറയുന്ന ദിവസം നമുക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. അവർ ഏകദേശം നീണ്ടൊരു കാത്തിരിപ്പ്, ഒരു മാസത്തോളം കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് മെയ് 4 നമുക്കതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ മെയ് 4 ഫലപ്രഖ്യാപനം ഉണ്ടാവണമെങ്കിൽ ഒരു 2-3 ദിവസം കൂടിപ്പോൾ ഒരു 5 ദിവസത്തിനാകുമ്പോഴൊക്കെ കേരളത്തിൽ കഴിഞ്ഞ എത്രയും നാളുകളായിട്ട് അടുത്ത മന്ത്രിസഭ അധികാരത്തിലൊഴികെ മുഖ്യനെ തിരഞ്ഞെടുക്കുക, സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ് നമ്മളൊരു കീഴ്വഴക്കം. പക്ഷേ ഇതിപ്പോഴും നമുക്കിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പാർട്ടി നമ്മുടെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് വീണ്ടും ഈ 10 വർഷം, സാധാരണ ഒരിക്കൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്, പിന്നെ അടുത്ത കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്, ഈ ഒരു ഇതിൽ 2 പാർട്ടി ഇടതും വലതും മാറിയും തിരിഞ്ഞും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ ഏകദേശം 10 വർഷം ഒരുമിച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ച്, എൻ്റെ അറിവിൽ ഇനി ഉണ്ടാകുന്ന എനിക്കറിയാം, എൻ്റെ അറിവുകേടാണെന്ന് എനിക്കറിയില്ല, കമ്മ്യൂണിസ്റ്റ് തന്നെ ഒരു പാർട്ടി 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൽ ഭരിക്കുന്നത് ആദ്യമായിട്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ, എൻ്റെ അറിവ് എന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ 10 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചതിന് ശേഷം, നീണ്ട കാത്തിരിപ്പിന് ശേഷം, ഒരുപാട് നല്ല പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ട് ഈ ഒരു പാർട്ടിയിൽ കോൺഗ്രസ്സിനെ നേരിടേണ്ടി വന്ന്. അപ്പോൾ ഈ 10 വർഷത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഉദ്യോഗഭരിതമായ കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ടായി. അതിനൊക്കെ എല്ലാത്തിനും ശേഷം വീണ്ടും ഈ 10 വർഷം കോൺഗ്രസിനെ നയിച്ചത് നമ്മുടെ വി.ഡി. സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു മന്ത്രിസഭ ഇനി ഉണ്ടാവും. അപ്പോൾ അദ്ദേഹമായിരിക്കും മുഖ്യനെന്നാണ് നമ്മളെല്ലാവരും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ 10 വർഷത്തിൽ 5 വർഷവും തീർച്ചയായിട്ടും വി.ഡി. സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രസ്താവനകളും ജനവിരുദ്ധ പ്രവർത്തികളും അഴിമതികളും കൊള്ളരുതായ്മ മാത്രമേ ചെയ്തെന്ന് പറയാൻ പാടില്ല, നല്ലത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കൊള്ളരുതായ്മകളും ഈ ജനങ്ങളുടെ വിശ്വാസത്തിനെ വലിച്ചു കീറിയുള്ള പ്രവർത്തനങ്ങളും ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനവികാരങ്ങളെ മാനിച്ച ആളെന്ന് പറയുന്ന പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ ജനവികാരങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഈ 5 വർഷം ഈ ജനവികാരങ്ങളെ മാനിക്കാൻ പ്രതിപക്ഷത്ത് വളരെ ശക്തനായിട്ട് നിന്നതാണ് നമ്മുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പുതിയ മുഖ്യനാവാൻ തീർച്ചയായിട്ടും യോഗ്യനായിട്ടുള്ള ആൾ. അപ്പോൾ ഇതിലൂടെ നിൽക്കട്ടെ. ഇനി പുതിയ ട്വിസ്റ്റ് വരാം. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന രംഗപ്രവേശം ചെയ്തിരിക്കുന്ന നമ്മുടെ കെ.സി. വേണുഗോപാലാണ്. ഇത്രയും നാളും പുള്ളി അവിടെ അങ്ങ് ഡൽഹിയിലായിരുന്നു. കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മളിപ്പം പത്രം വായിച്ചാലും അങ്ങനെ നമ്മൾ ന്യൂസ് കേട്ടാലും അങ്ങനെ വലിയ ബോധമൊന്നും ഇല്ലാതെ, സാമൂഹിക ബോധമൊന്നുമില്ല, അല്പം അറിവുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 5 വർഷ കാലയളവിലുള്ള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കെ.സിക്ക് വലിയ കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കെ.സിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പം കെ.സി കോൺഗ്രസ് വിജയിച്ചു എന്നതിന് ശേഷം ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്ന ഒരാളിന് അധികാരം കൈമാറണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഹൈക്കമാൻഡ് പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിയും ടീമൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ മുഖ്യന്മാർ പറയണത് എന്തുവാണ്? MP സ്ഥാനം വളരെ കുറച്ച് കാലം കൂടി മാത്രമേ അദ്ദേഹത്തിന് ഇനി ഉണ്ടാവൂ. അപ്പം MP സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുമായിരിക്കും, ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ സമുന്നതനായ നേതാവ് തന്നെയാണ് നമ്മുടെ കെ.സി. വേണുഗോപാൽ. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിന് ഈ MP സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ മറ്റ് രാഷ്ട്രീയ സ്ഥാനങ്ങളൊന്നുമില്ല, പാർട്ടിയിൽ ഒരു സ്ഥാനമില്ലാതെ അദ്ദേഹം വരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ തികച്ചും അതൊരു തരം നന്ദികേടാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ക്യാപ്റ്റൻ കാറ്റും മഴയൊക്കെ അതിജീവിച്ച് വളരെ കഷ്ടപ്പെട്ട് ഒരു കപ്പൽ എങ്ങനെയെങ്കിലുമൊക്കെ കരയെ കൊണ്ടങ്ങ് നങ്കൂര ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അവകാശം കൊണ്ട് മറ്റൊരാൾ വന്നാൽ, അല്ലെ ഞാനാണ് ഇത്രയും നാളും നയിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെയായിരിക്കും ഒരു കളിയിൽ ബാറ്റ് ചെയ്ത് അല്ലെങ്കിൽ കളിയുടെ ക്യാപ്റ്റനാണോ
ആ വിജയത്തിൻ്റെ ഉത്തരവാദി അത് ആ കളി കണ്ട് കളി നിയന്ത്രിച്ച അമ്പയറാണോ കളിയിലെ വിജയത്തിൻ്റെ ഉത്തരവാദി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാണ്. അപ്പം കെ സിയുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ല. കേരള കോൺഗ്രസ്സിൽ കെ സി വലിയ പ്രവർത്തനം നടത്തിയെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിലിറങ്ങി പ്രവർത്തിച്ചെന്നോ ഒന്നും കണ്ടതായിട്ടൊന്നും എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. പിന്നെ എം പി ആയിരുന്നു അദ്ദേഹം, ഒരു എം പി ആയിരുന്നു. എം പി എന്നതിനപ്പുറം ജനവികാരങ്ങളെ മാനിച്ച് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് സൈബർ അറ്റാക്കുകൾ നേരിട്ട് പ്രതിപക്ഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ആക്ഷേപങ്ങൾക്കിരയായ ഈ സോഷ്യൽ മീഡിയയിലെ തുടർച്ചയായ പരിഹാസത്തിന് പാത്രമായ ഒരു വ്യക്തിയൊന്നും അല്ല ആര്, നമ്മുടെ കെ സി വേണുഗോപാൽ. വെറുതെ ഇരുന്ന് അങ്ങ് ഡൽഹിയിൽ എ സിയിലിരുന്ന് തണുപ്പടിച്ചിരുന്ന ആളാണ്. ആ പുള്ളിക്കാരനപ്പോൾ ഇവിടെ കേരളത്തിലെ നമ്മുടെ മുഖ്യനാക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി സംസാരിച്ച് ഭരണപക്ഷത്തിൻ്റെ ആക്ഷേപവും അധിക്ഷേപവും സൈബർ അറ്റാക്കുകളും സോഷ്യൽ മീഡിയ അറ്റാക്കുകളും മൊത്തം അനുഭവിച്ചതാരാണ്? നമ്മുടെ വീഡിയാണ്. അപ്പം വീഡിക്ക് തന്നെയല്ലേ തീർച്ചയായിട്ടും മുഖ്യൻ്റെ സ്ഥാനം. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നമ്മുടെ രമേശ് ചെന്നിത്തല എടുക്കാം. അദ്ദേഹം വളരെ നല്ലൊരു നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. വളരെ മിടുക്കനായിട്ടുള്ള നല്ല 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 പച്ചയായ മനുഷ്യനാണ്. വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെയും താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ എല്ലാ പാർട്ടികളിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. കമ്മ്യൂണിസ്റ്റിൽ അച്യുതാനന്ദൻ സാറ്, നായനാർ, EMS, അത് കണക്ക് കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടി, അങ്ങനെ രമേശ് ചെന്നിത്തല, അങ്ങനെ നമുക്കൊരു വ്യക്തികളെയാണ് താല്പര്യം, അവരുടെ ആശയങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന് വളരെ നല്ല പ്രവർത്തനങ്ങളാണ്. എൻ്റെ അറിവിൽ ഒരു അഴിമതിയിൽ ഇതുവരെ അദ്ദേഹം ഒന്നിലും ഉൾക്കൊണ്ടിട്ടില്ല. വളരെ ജനങ്ങളോട് വളരെ സഹാനുഭൂതിയും കാരുണ്യമൊക്കെ ഉള്ള നല്ലൊരു നേതാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യനാവാനുള്ളൊരു യോഗ്യത ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ 5 വർഷം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെ നയിച്ചത് ഈ ഒരു വലിയ പാർട്ടിയെ, കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയെ കേരളത്തിൽ നയിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ VD സതീശനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇനി നമ്മുടെ മുഖ്യനാവാൻ തീർച്ചയായിട്ടും യോഗ്യൻ എന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ, ഇല്ലേ? ഇന്നോ നാളെയോ തമിഴ്നാട്ടിൽ നിന്ന് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തും. അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാവണം കേരളത്തിൻ്റെ പുതിയ മുഖ്യനെന്ന്. VD സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യനാവുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. എറണാകുളത്ത് പറവൂർന്ന് അദ്ദേഹം ജയിച്ചതാണ്. അദ്ദേഹം ആൾറെഡി MLA ആണ്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേറെ ഒരു പുഷ്പം പോലെ കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു. അപ്പം അതേസമയം നമ്മുടെ KC ആണ് വരുന്നെങ്കിൽ KC ഇതുവരെ ഒരു മണ്ഡലത്തിലും ഇതുവരെയല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നിലും ജയിച്ചിട്ടില്ല. നിയമസഭയിൽ ഒട്ട് മത്സരിച്ച് MLA ആയിട്ടൊന്നും ജയിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോഴും MLA ആയിട്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ജയിച്ച സ്ഥലത്ത് നിന്ന് അവരെ മാറ്റേണ്ടി വരും. രാജിവെപ്പിച്ചിട്ട് അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്താൽ കൂടിയും അദ്ദേഹത്തിന് ഇനി കേരളത്തിൻ്റെ മുഖ്യനായി തുടരാൻ കഴിയൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ ഒരു KC വേണുഗോപാലിനെ ഇനി വീണ്ടും നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ അവർ അംഗീകരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് അംഗീകരിക്കുകയാണെങ്കിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യണം. പിന്നെ വീണ്ടും ഒന്നേന്നും പറഞ്ഞൊരു ഇലക്ഷൻ ഉണ്ടാവണം. അതിൽ പിന്നെ അദ്ദേഹം ജയിക്കണം. മിക്കവാറും അങ്ങനെ നിൽക്കണേ സ്വന്തം അണികൾ തന്നെ പുള്ളിക്കാരനെ തോൽപ്പിക്കാനാണ് സാധ്യത. പിന്നെ വീണ്ടും പുള്ളിക്ക് ഡൽഹിയിലോട്ട് പറക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അങ്ങ് ഡൽഹിയിൽ പോയി സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരെ? അടുത്ത തെരഞ്ഞെടുപ്പിന് വീണ്ടും മത്സരിച്ചിട്ട് MP ആവട്ടെ, അല്ലെങ്കിൽ പ്രവർത്തകനായിട്ടിരിക്കട്ടെ. ഇതൊന്നും അല്ലെങ്കിൽ കേരള നിയമസഭയിൽ അദ്ദേഹത്തിന് അപ്പോൾ ഇവർ മന്ത്രിസഭ വരുമ്പോഴത്തേക്ക് അർഹതപ്പെട്ടൊരു സ്ഥാനം കൊടുക്കട്ടെ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും KC വേണുഗോപാലിന് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കട്ടെ. മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ VD സതീശൻ തന്നെ തുടരട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് നല്ലൊരു തീരുമാനമായിരിക്കും ഇത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? പക്ഷേങ്കിലേ വേറൊരു കാര്യമുണ്ട്. ഇവിടെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ഐക്യത്തെ നമ്മൾ കാണാതെ പോകരുതെന്ന് പറയണത്. ഇപ്പം സംഭവം എന്തായി? 2 തവണയും പിണറായി സർക്കാർ തന്നെ വന്നത്. പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിച്ച് ആർക്കും ഒരു പ്രത്യേകമായിട്ടുള്ള എതിർപ്പോ വെല്ലുവിളിയോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും ഇങ്ങറ്റത്തൊരു ചെറിയ പ്രവർത്തകൻ തന്നെ ഒരു തെറ്റ് ചെയ്താൽ അവരൊരിക്കലും ഒരു ചൂണ്ടിക്കാട്ടത്തില്ല. ഒരു മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്ത് നിയമം അവരങ്ങ് നിയമം തിരുത്തി ഈ തെറ്റ് ചെയ്തത് ശരിയാണെന്ന്, അതുവരെ ഉണ്ടായിരുന്ന നിയമം തെറ്റാണെന്നൊരു വഴിയിലോട്ട് അവരങ്ങ് എത്തിക്കും. പക്ഷേ അത് കാര്യപരമായിട്ട് വെക്കുമ്പം തെറ്റാണെങ്കിലും വേറൊരു കാര്യമുണ്ട്. ഇപ്പം കൂട്ടത്തിലൊരുത്തൻ പെട്ടുപോകുമ്പോഴത്തേക്ക് അവനെ തള്ളിക്കളയാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതുണ്ടല്ലോ, അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം തെറ്റിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല, എന്നിരുന്നാലും തെറ്റല്ലേ, ഇപ്പം ഒരു കെണിയിൽ അകപ്പെട്ടെന്നിരിക്കട്ടെ, ആ പാർട്ടിയെ തള്ളിക്കളഞ്ഞ് ചവിട്ടി തേച്ച് അല്ലാതെ പരസ്യമായിട്ട് ആക്ഷേപിക്കാതെ
ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എന്തുവാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത് ഇത്രയും വഷളാക്കിയത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇത്രയും അങ്ങ് ചെകഞ്ഞ് വഷളാക്കിയത്. അയാൾ നിരപരാധിയും നല്ലവനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരിലുള്ള ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാളാണ്, ഒരു MLA അല്ലെങ്കിൽ ഒരു പ്രവർത്തകനോ ആണ്, ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും ഇത് പുറത്ത് വരത്തില്ല. അവരത് മൂടിക്കെട്ടി അങ്ങ് മാറ്റും. അതിലെന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതൊരു വലിയൊരു കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ അവർ ഈ കൂടെ നിൽക്കുന്നവരെ നമ്മൾ പറയത്തില്ലേ തള്ളിക്കളയത്തില്ലെന്ന്. നമ്മൾ ഒരു ആളിനെ നമ്മൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളിനെ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ രക്ഷിക്കുമെന്നൊരിതുണ്ടല്ലോ. പിന്നെ ഒരുമ, ഐക്യം, അതൊക്കെയാണ് നമുക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ കാണാൻ കഴിയുന്നത്. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തൊരു കാര്യം, അതാണ് ഐക്യം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് എപ്പോഴും ഇങ്ങനെ നാണം കെടേണ്ടി വന്നു. ഇപ്പം എന്ത് നാണക്കെടാണ്? പത്രങ്ങളിലാണെങ്കിലും TV-യിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്ലക്സുകൾ പരസ്പരം വലിച്ചു കീറുക, നിരത്തിലിട്ട് ചവിട്ടി തേക്കുക, പരസ്പരം അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക. ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു കുടുംബം പോലെയാണ്. ഒരു കുടുംബത്തിൽ തന്നെയുള്ള 2-3 ബന്ധുക്കൾ കിടന്ന് പരസ്പരം മുഖത്ത് ചെളിവാരി എറിയുകയും പിച്ചി ചീന്തയും മാന്തിപ്പുളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡൽഹി പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 3 എണ്ണം കാറിൽ ഒരുമിച്ചിരിക്കും, കയ്യും പിടിച്ചാണ് നടന്നു പോണത്. അതെന്തായാലും സൂപ്പറാണ് കേട്ടോ. ഈ പ്രവർത്തകർ ഇവിടെ കിടന്ന് തല്ലും പിടിയും ഭയങ്കര റോഡും ജനങ്ങൾക്ക് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും ഫ്ലക്സ് വലിച്ച് ഇറക്കലും ഒക്കെയാണ്. പക്ഷേങ്കിൽ ഇവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഗുലാനുമായിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് ഒരുമിച്ചൊക്കെ കയ്യും കോർത്ത് പിടിച്ച് നടന്നു പോണേക്ക് കാണണം. എന്തിനായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത് മുഖ്യമന്ത്രി. എന്തായാലും VD സതീശനാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.